അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2012 ശേഷം 2-3 തൗഹീദ് കൊണ്ടുവന്നിട്ടും വഹാബികൾക്ക് തൃപ്തിയായില്ല. അവർ ഗവേഷണം തൗഹീദിന്റെ വിഷയത്തിൽ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗവേഷണം ചെയ്തതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവിധ ഇനം തൗഹീദുകളെ കുറിച്ച് പുറത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ചിരിയാണ് വരുന്നത്. കോമഡിക്കാരെ പോലും വെല്ലുന്ന മഹാ കോമഡികളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 2012 ശേഷം 3 തൗഹീദാണ് വഹാബികൾ അപ്ഡേറ്റ് ചെയ്തത്. ഒന്നാമത്തെ തൗഹീദ് കേനമിന്റെ തൗഹീദാണ്. 2 തൗഹീദാണ് വിട്ടം ജിന്നൂരികൾ 2012 ശേഷം കൊണ്ടുവന്നത്. കേരളമുകാർ കൊണ്ടുവന്ന തൗഹീദ് AP അബ്ദുൽ ഖാദിർ മൗലവി ഉസ്താദിന്റെ പോരിശയാക്കപ്പെട്ട കാട്ടത്തിലാണ് തൗഹീദ് ഉള്ളത് എന്നായിരുന്നു എങ്കിൽ അത് അംഗീകരിക്കാത്ത വിഷ്ടൻ ജിന്നൂരികൾ AP അബ്ദുൽ ഖാദിർ മൗലവി ഉസ്താദിന്റെ പോരിശയാക്കപ്പെട്ട കാട്ടം തൗഹീദ് ഉച്ചി വീണ അടിവസ്ത്രം കഴുകിയ വെള്ളത്തിലാണ് തൗഹീദ് ഉള്ളത്. ഇത് കേരളമുകാരും അംഗീകരിക്കുന്നില്ല. എന്നാൽ വിഷ്ടം ജിന്നൂരികൾ അതിനു പുറമെ മറ്റൊരു തൗഹീദ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇരുട്ടിന്റെ മറവിലും വിജനപ്രദേശത്തും പുഴയിൽ വീണാലും ജിന്നിനോട് പൂജിക്കുന്നത് ശിർക്കല്ല എന്ന തൗഹീദാണ് കൊണ്ടുവന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വഹാബിസത്തിൽ ഇപ്പോഴും തൗഹീദിന് വേണ്ടി അത് തിരുത്താനും പഴയത് ദുർബലപ്പെടുത്താനും വേണ്ടി തൗഹീദി വിഷയത്തിൽ ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പഴയ തൗഹീദിന്റെ ഒരു ഭാഗം വഹാബികൾ ഇപ്പോഴും വിട്ടിട്ടില്ല. അതിന് ഗ്രൂപ്പ് വ്യത്യാസമൊന്നുമില്ല. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന തൗഹീദ്, അതുകൊണ്ടാണ് വഹാബികൾ ഇപ്പോഴും പറയുന്നത് അള്ളാഹു തആല വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷേ സ്ത്രീധനം വാങ്ങിയിട്ടില്ല. സ്ത്രീധനത്തെ കുറിച്ച് അള്ളാഹുവിന് അന്ന് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. അള്ളാഹ്ക്ക് അദൃശ്യജ്ഞാനമില്ല. അള്ളാഹുവിനേക്കാൾ അറിവുള്ളവർ വഹാബികളാണത്രേ. കാരണം അള്ളാഹ്ക്കറിയാത്ത സ്ത്രീധനം വഹാബികൾക്കറിയുമത്രേ. അള്ളാഹു വിവാഹം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് വഹാബികൾ എന്ന് പറയാൻ കാരണം എന്താണ്? മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ച അള്ളാഹുവിനാണ് വഹാബികളും വിശ്വസിക്കുന്നത്. മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ച അള്ളാഹു വിവാഹം കഴിച്ചിട്ടുള്ള മലക്കുകൾ സന്താനങ്ങളായിട്ടുള്ള ഊരയുള്ള ചന്തിയുള്ള അള്ളാഹുവാണ്. ഈ അള്ളാഹുവിനാണ് വഹാബികളും വിശ്വസിക്കുന്നത്. അപ്പോൾ പിന്നെ വഹാബികളുടെ അള്ളാഹ് വിവാഹം ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്ത്രീധനം വാങ്ങിയിട്ടില്ല. അള്ളാഹ്ക്ക് സ്ത്രീധനത്തെ കുറിച്ച് അറിയുക പോലുമില്ല. അതുകൊണ്ടാണത്രേ അള്ളാഹു തആല സ്ത്രീധനം വാങ്ങാതിരുന്നത്. വഹാബി സംസ്ഥാന നേതാവ് പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാം. പറഞ്ഞു കൂട്ടിയൊരു പ്രസംഗം അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഖുർആനിലുണ്ടാവില്ല കൂട്ടരെ, ഇങ്ങനെ ഒരു മുസീബത്ത് വരാണ്ട് അള്ളാഹ്ക്കൊക്കെ നേരത്തെ അറിയുന്നു പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നൊരു പ്രസംഗം ഉണ്ട് അദ്ദേഹത്തിന്റെ. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ന്യായീകരണങ്ങളുണ്ട്. സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നാണ്. ഹറാമാണെന്ന് ഖുർആൻ ഹദീസിലുണ്ട്. എങ്ങനെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്ന അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലല്ലോ. കേട്ടില്ലേ സഹോദരങ്ങളെ, ആരാണ് സംസാരിച്ചത് മറ്റാരുമല്ല, വിഷ്ടം ജിന്നു പൂജക പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള സാക്ഷാൽ സക്കരിയ സ്വലാഹിയാണ് സംസാരിച്ചിട്ടുള്ളത്. അയാൾ ഒരു ജിന്നിനെ ദൈവമാക്കി, ആ ജിന്ന് ദൈവം കൂടെയുണ്ടെങ്കിൽ അപകടത്തിൽ നിന്ന് വരെ രക്ഷപ്പെടുത്തുമെന്ന് ശംസുദ്ദീൻ പാലത്തിനെ കൊണ്ട് പറയിപ്പിച്ചുവെങ്കിലും ഇയാൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അതും പച്ച കുബ്ബ എനിക്ക് അധികാരം കിട്ടിയാൽ തകർക്കുമെന്ന് പറഞ്ഞ ആ നാവടക്കം റോഡിൽ തകർന്നു വീണപ്പോൾ ഒരു ജിന്ന് ദൈവവും രക്ഷക്കെത്തിയില്ല എന്നതും വിചിത്രമാണ്. ആ സക്കരിയ സ്വലാഹിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീധനം ഹറാമാണെന്ന് ആര് പാസാക്കി? ഈ വിഷ്ടൻ ജിന്നൂരികളും മറ്റ് വഹാബികളും പാസാക്കി. പക്ഷേ അള്ളാഹുവും റസൂലും പറഞ്ഞില്ല സ്ത്രീധനം ഹറാമാണെന്ന്. ഖുർആനിലില്ല, ഹദീസിലുമില്ല. എന്തുകൊണ്ടാണ് ഖുർആനിലും ഹദീസിലും സ്ത്രീധനം ഹറാമാണെന്ന് പറയാഞ്ഞത്? അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന് സ്ത്രീധനം ഹറാമാണെന്ന അദൃശ്യജ്ഞാനമില്ലാതെ പോയി. ആ ജ്ഞാനം റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹ്ക്ക് അറിയണ്ടേ? എന്നാലല്ലേ റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. പിന്നെയോ ആ അദൃശ്യ
ഖാദിർ മൗലവി ഉസ്താദിന്റെ പോർച്ചയാക്കപ്പെട്ട കാട്ടത്തിലാണ് തൗഹീദുള്ളത് എന്ന് പറയുന്നവരാണ്. അഥവാ അള്ളാഹ്ക്കറിയാത്തതടക്കം അറിയുന്ന, അള്ളാഹിനേക്കാളും കഴിവുള്ള ആളുകളാണ് വഹാബി പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്തവർ. ഈ വഹാബിസം നമുക്ക് വേണോ വേണ്ടയോ എന്ന് മുസ്ലിമീങ്ങൾ തീരുമാനിക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.